വേനലവധി ആരംഭിച്ചതോടെ പത്തനംതിട്ട കോന്നിയിലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്കും ഇതേപോലെ സഞ്ചാരികളുടെ തിരക്കുണ്ട്. കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തിരക്ക് വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനവും കൂടിയിട്ടുണ്ട്. ശാന്തമായി ഒഴുകുന്ന കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി യാത്ര ആരെയും ആകർഷിക്കുന്നതാണ്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെത്തുന്നത്. വേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അതിന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഈ വനത്തിൻ്റെ ഇടയിൽ ഈ നദിക്ക് ബോട്ടിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല അനുഭവം തന്നെയാണ്. ആൾക്കാർക്ക് ഒരു പ്രാവശ്യം ഒന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ശാന്തമായ അന്തരീക്ഷം, ശാന്തമായ വളരെ കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ അന്തരീക്ഷം. എല്ലാം മറന്ന് സുഖമായിട്ട് ഇവിടെ വന്ന് ടൈം പാസ് ചെയ്യാം. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് വനംവകുപ്പ് ഈടാക്കുന്നത്. കാടിൻ്റെ മനോഹര ദൃശ്യങ്ങളും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളെയും കുട്ടവഞ്ചി യാത്രയിൽ കാണാം. ഞങ്ങൾ ഒറിജിനലി UK നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോയതായിരുന്നു. ഇനി ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒന്നുകൂടി വരാൻ ആഗ്രഹമുണ്ട്. വരണം ഒന്നുകൂടി. പലരും കുട്ടികളോടൊപ്പമാണ് കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. വേനൽക്കാലം ആയതിനാൽ ഹ്രസ്വദൂര കുട്ടവഞ്ചി സവാരി മാത്രമാണ് ഇപ്പോഴുള്ളത്. വർഷകാലത്ത് ദീർഘദൂര സവാരിയുമുണ്ട്. സുരക്ഷിത യാത്രയാണ് വനംവകുപ്പ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് 18 പത്തനംതിട്ട.